നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ എൻ്റെ പേര് അശോകാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഷെഫാണ്. അപ്പോൾ ഞാൻ എന്തായാലും കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻ കേക്ക് ആക്കാം. കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പാൻ കേക്കാണ്. അതിന്ന് ഒരു ആട്ട മാവിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഗോതമ്പിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത്? നമ്മുടെയൊക്കെ ഹോട്ടലിലൊക്കെ ബീറ്ററൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എങ്ങനെയാണ് മിക്സിയിലാണ് ഞാനൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ആ പാൻ കേക്ക് എങ്ങനെയാണ് സൂപ്പറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഹെൽത്തി ആയെന്ന് പറഞ്ഞാൽ ഹണി ഒഴിക്കുന്നുണ്ട്, പിന്നെ വന്നിട്ട് ആട്ട ഇടുന്നുണ്ട്, പിന്നെ പാലിടുന്നുണ്ട്, പിന്നെ വന്നിട്ട് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്, അപ്പം പഴവും ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബട്ടറിലാണ് നമ്മൾ കുക്ക് ചെയ്ത്, നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മൾ കുക്ക് ചെയ്ത്. സാധാ നമ്മൾ ദോശക്കല്ലൊന്നും ഇത് കിട്ടൂല. അപ്പം നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിന് നോൺ സ്റ്റിക്ക് പാൻ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും അത്യാവശ്യമാണ്. സ്ലോ ഫയറിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കുക്കിങ്ങിൻ്റെ ടെക്നിക്സും ഞാൻ എങ്ങനെയാണ് ഫ്ലഫിയായി വരാനുള്ള സംവിധാനം അതും ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അത് പറഞ്ഞുതരാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ആ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആ പാൻ കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം? മെയിൻ ഇത് ബേക്കിംഗ് സോഡ, കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ബേക്കിംഗ് സോഡ. പിന്നെ വന്നിട്ട് ഹണിയാണ്. ഹണി നമ്മൾ എടുത്തിരിക്കുന്ന ഹണി എന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ഹണി എടുത്തിരിക്കുന്നത്. പിന്നെ 2 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് ഒരു 20 ml മിൽക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് ആട്ട ഒരു 100 ഗ്രാമാണ്. അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന അളവ് ഞാൻ പറയാം. പിന്നെ കുറച്ച് ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഇതെല്ലാം കൂടെ നമ്മൾ ഈ ബോളിനകത്ത് ഇടുന്നു, ആ ക്വാണ്ടിറ്റി ഇടുന്നു. പിന്നെ അതിന് നമ്മൾ മിക്സിയിൽ അരയ്ക്കുന്നു. മിക്സിയിൽ അരച്ചിട്ട് ബോളിലാക്കിയിട്ട് പിന്നെ ഒരു 20 മിനിറ്റോളം മാറ്റി വെച്ചതിന് ശേഷം ആ ബേക്കിംഗ് സോഡയൊക്കെ ആഡ് ചെയ്യുന്നതിന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ കുക്ക് ചെയ്യുന്നു. ഓക്കെ. നമ്മുടെ ഇതിനകത്ത് നമ്മുടെ എല്ലാ സാധനം ഞാൻ പറഞ്ഞ സാധനങ്ങൾ, പഴം, പിന്നെ ഹണി, നമ്മുടെ ആട്ട, പഴം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ ബോളിലിടുന്നു. ബോളിലല്ല, മിക്സിയിലിടുകയാണ്. അപ്പോൾ പാൽ ഒഴിക്കാൻ പോകണം. പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ നല്ലോണം പേസ്റ്റ് ചെയ്യണം. ആണല്ലോ ഇത്രയും കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടെ പാൽ ഒഴിക്കുകയാണ്. കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇങ്ങനെ സ്ലോലി ഇങ്ങനെ മിക്സ് ചെയ്യണം. സ്ലോലി മിക്സ് ചെയ്യുമ്പോഴേ നല്ല ബ്ലണ്ട് ആവുള്ളൂ. അപ്പൊ ഈ പരുവം കറക്റ്റാണ് കേട്ടോ. ഇങ്ങനെ കട നമ്മള് ദോശമാവ് ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ നമ്മൾ ഈ സാധനം. അപ്പൊ ഇതിനെ നമ്മൾ ഒരു 20 മിനിറ്റ് നമ്മൾ അടച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ആ പാൻ കേക്ക് ബാറ്റർ കണ്ടോ, 20 മിനിറ്റ് വെച്ചതിന് ശേഷം അതിന്റെ ബബിൾസ് പോലെ വരും. നമ്മുടെ ആ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്ന കാരണം ബബിൾസ് പോലെ വരും. അപ്പൊ ചെറിയൊരു ചൂടിന്റെ അടിയിൽ ചെറിയ ചൂട് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ട് കണ്ടല്ലോ, ചെറിയ ബബിൾസ് പോലെ അത് ഫ്ലഫി പോലെ ആവും. അല്ല, അപ്പൊ ഒഴിക്കുമ്പോഴത്തേക്ക് അതിന്റെ മുകളിൽ ഹോളായിട്ടൊക്കെ വീഴും. അപ്പൊ അത് ഫ്ലഫി പോലെ, അത് തിരിച്ചിടണം നമ്മള്. അപ്പം അത് കണ്ടല്ലോ, സ്ലോ ഫയറിലാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. വളരെ സ്ലോ ഫയറിലാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. കുക്ക് ചെയ്തിട്ട് കണ്ടല്ലോ മുകളിൽ ഹോളോടെ വിടുകയാണ്. അപ്പൊ അല്ലെങ്കിൽ കുറച്ച് ഫ്ലഫി ആവില്ല. അപ്പൊ ഇതിനെങ്ങനെ ശ്രദ്ധിച്ചു വേണം നടക്കാൻ. അപ്പൊ തിരിച്ചിട്ട് അത് മുകളിൽ ഇങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിടുകയാണ് വേണ്ടത്. അപ്പം കണ്ടല്ലോ ആ മുകളിൽ നല്ല ഇത് ആക്ച്വലി ഇത് ആട്ട കൊണ്ട് ഉണ്ടാക്കിയോണ്ടാണ്. വേണ്ടല്ലോ നല്ല ഫ്ലഫി ആയിട്ട്, നല്ല ഫ്ലഫ് കണ്ടല്ലോ, ഇത് കണ്ടല്ലോ. ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ മുകളിൽ ഇങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല. അപ്പൊ തന്നെ ഒരു 2 മിനിറ്റ് ആയപ്പോൾ തന്നെ തിരിച്ചിടുക. അപ്പോഴേ ഫ്ലഫി ആവുള്ളൂ. 2 സൈഡും ഈക്വലായി കുക്ക് ആവുള്ളൂ. അപ്പൊ നമ്മുടെ പാൻ കേക്ക് റെഡി ആയി കഴിഞ്ഞു. വീറ്റ് ബനാന പാൻ കേക്ക് ആണ്. അപ്പൊ ഞാൻ എന്തായാലും ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിറപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മേപ്പിൾ സിറപ്പാണ്. മേപ്പിൾ സിറപ്പ് കടകളിൽ വാങ്ങാൻ കിട്ടും. അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മേപ്പിൾ സിറപ്പ് വാങ്ങി കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഇടയ്ക്ക് ഇതുപോലെ ഒക്കേഷനിൽ ഉണ്ടാക്കുകയാണ്, കൊച്ചുകുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്നത്. മോസ്റ്റ്ലി പാൻ കേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം പിന്നെ അതുപോലെ തന്നെ
സിറപ്പ്, നമ്മുടെ ചോക്ലേറ്റിന്റെ സോസ് കിട്ടും. സോറി, സിറപ്പ് അല്ല, ഇത് സിറപ്പാണ്. നല്ല ചോക്ലേറ്റ് സിറപ്പ് കിട്ടും, സ്ട്രോബെറി സോസ് കിട്ടും. ചിലർക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്, ചിലർക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്, ചിലർക്ക് പിസ്ത ഇഷ്ടമാണ്. അവർക്ക് ആവശ്യമുള്ള സോസ് യൂസ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എന്താ പാൻ കേക്ക്. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ലൈക്ക് നല്ല ടേസ്റ്റാണ്, ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും, നല്ലോണം ഇഷ്ടപ്പെടും. അത് എളുപ്പത്തിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഈസി ആയിട്ട് പറഞ്ഞു, സൂപ്പറായിട്ട്. നമ്മൾ ആ മിക്സിയിലൊക്കെ അരച്ചപ്പോഴത്തേക്കും നല്ല ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതിന് ഹണി, പിന്നെ അതുപോലെ തന്നെ അതിന്റെ സോൾട്ട് കറക്റ്റാണ്. പിന്നെ ഷുഗർ കറക്റ്റാണ്. ഷുഗർ മീൻസ് ഹണി കറക്റ്റാണ്. പിന്നെ അതിന്റെ ബനാന കറക്റ്റാണ്. അപ്പൊ എല്ലാം ഒരു ലൈക്ക് സ്മൂത്തി പോലെ പോകുന്നു. സ്മൂത്ത് ആയിട്ട് ഒരു നല്ല ഫ്ലേവറിലാണ് പോകുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, കട്ട് ചെയ്ത് ഞാൻ എടുക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സ്മൂത്ത് ആണെന്നുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ഈ കുക്കിംഗ് വീഡിയോസ്, എൻ്റെ ഈ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് നമുക്ക്